ലോകകപ്പിന് മുൻപ് ലിയോണൽ മെസ്സിയും സംഘവും കേരളത്തിലേക്ക് വരുമെന്നായിരുന്നു വാർത്തകളെങ്കിൽ വരില്ല എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അതിന്റെ നിരാശയിലാണ് ഫുട്ബോൾ പ്രേമികളും. ഖത്തറിൽ നടക്കുന്ന ഫിനലിസിമ മത്സരത്തിന് പിന്നാലെ ഖത്തറിൽ തന്നെ സൗഹൃദ മത്സരം കളിക്കാനാണ് നിലവിൽ അർജന്റീന ടീമിന്റെ തീരുമാനം. മെസ്സി വരും കേട്ടോ എന്ന് പറഞ്ഞ മന്ത്രി ഇനി എന്തു പറയുമെന്നും അറിയേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. മെസ്സി വരില്ല കേട്ടോ. രുചീശ്വർ രവീന്ദ്രൻ ചേരും നമുക്കപ്പം. രുചീശ്വർ രവീന്ദ്രൻ, ഗുഡ് ഈവനിങ്. ഇപ്പോൾ മെസ്സി മാർച്ചിൽ വരുമെന്നായിരുന്നു സ്പോൺസർ പറഞ്ഞത്. ഈ കഴിഞ്ഞ നവംബറിൽ ഈ കായിക മന്ത്രി അബ്ദുറഹ്മാനും അദ്ദേഹം ഒരു കായിക വകുപ്പ് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ തന്നെ പറഞ്ഞതാണ് മാർച്ചിലേക്ക് എത്തും, അർജന്റീനൻ ടീമുമായി നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു, സംസാരിച്ചിരുന്നു എന്ന കാര്യമൊക്കെ അദ്ദേഹവും പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ സ്പോൺസറും മന്ത്രിയും ഒന്നും പറഞ്ഞ രീതിയിലല്ല കാര്യങ്ങളെന്ന് മനസ്സിലാക്കുന്നു. ഫിഫയുടെ വിൻഡോ അനുസരിച്ച് എന്ത് മനസ്സിലാക്കാം രുചീശ്വർ രവീന്ദ്രൻ? കലണ്ടർ പരിശോധിക്കുമ്പോൾ എന്താ മനസ്സിലാകുന്നത്? ശ്രീലക്ഷ്മി, അവസാനമായി ഇനി ഫിഫ കലണ്ടർ എന്ന് പറയുന്നത് അതിൽ ഒരു വിൻഡോ ഉള്ളത് മാർച്ചിലാണ്. ആ സാധാരണഗതിയിൽ ടീമുകൾ ഒരു വിൻഡോയിൽ 2 മത്സരങ്ങൾ കളിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാർച്ചിൽ ഖത്തറിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഖത്തറിൽ ഒരു 27 എന്തായാലും ഫിനലിസിമ മത്സരം കളിക്കണം. അതിനുശേഷം ഒരു സൗഹൃദ മത്സരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. അവിടെ ഖത്തറിൽ തന്നെ കളിച്ച് തീർക്കാം എന്നതാണ് നിലവിൽ ഒരു ധാരണ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് വരാനുള്ള സാധ്യത പൂർണ്ണമായും തന്നെ അടയുകയാണ്. എന്തായാലും അവസാനമായി ഉള്ള ഒരു പ്രതീക്ഷ കഴിഞ്ഞ ലോകകപ്പ് നേടിയ ഒരു ടീമിനെ കൊണ്ടുവരുമെന്നായിരുന്നു മന്ത്രി അന്ന് പറഞ്ഞിരുന്നത്. പിന്നീട് ശ്രമം നടന്നതും സ്റ്റേഡിയം പുതുക്കി പണിതതും ഒക്കെ തന്നെ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ്. അന്നത്തെ മെസ്സിപ്പടയെ കൊണ്ടുവരും എന്നതായിരുന്നു പ്രഖ്യാപനം. എന്തായാലും നമുക്കറിയാം ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം ഏത് സർക്കാരായാലും നേരത്തെയുള്ള പ്രഖ്യാപനത്തിന് പിന്നീട് അതിനൊരു വാല്യൂ ഇല്ല. എന്തായാലും നമ്മൾ പ്രഖ്യാപിച്ച ഒരു കാര്യം നടത്തണമെങ്കിൽ അതേ കായിക മന്ത്രി തന്നെ വേണം. അതുകൊണ്ടാണ് കഴിഞ്ഞ വിൻഡോയിലൊക്കെ നമ്മൾ കൊണ്ടുവരും എന്ന് പറഞ്ഞ് ആ അർജന്റീന ഫുട്ബോൾ ഫെഡറേഷനുമായും അസോസിയേഷനുമായും വലിയ തരത്തിൽ തർക്കങ്ങളൊക്കെ നടന്നത്. കാരണം ഈ വിൻഡോയിൽ തന്നെ വരണം എന്ന ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല. കാരണം ഫിഫ അനുമതിയുള്ള സ്റ്റേഡിയം ഇല്ല എന്നതായിരുന്നു തുടക്കത്തിൽ പ്രശ്നമുണ്ടായത്. പിന്നീട് ആ അനുമതിയിലേക്ക് കൊണ്ടുപോകാൻ കലൂർ സ്റ്റേഡിയത്തെ മാറ്റി തീർക്കുന്നതൊക്കെ കണ്ടു. പക്ഷേ ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും മാർച്ചിലും ആ വരവ് ഉണ്ടാകില്ല. അതിനുശേഷം വരുന്നത് ലോകകപ്പാണ്. കാരണം ലോകകപ്പ് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം 4 വർഷത്തിന് ശേഷം ലോകകപ്പ് വരുമ്പോൾ അത് ഒരു മാസത്തോലധികം നീണ്ടു നിൽക്കുന്ന ഒരു ടൂർണമെൻ്റാണ്. അതിനുശേഷം വീണ്ടും ഒരു വിൻഡോ വരുന്നത് സെപ്റ്റംബറിലാണ്. അവിടെ അപ്പോഴത്തേക്കും നമ്മൾ കഴിഞ്ഞ തവണ ലോക ചാമ്പ്യന്മാരായ ടീമിനെ കൊണ്ടുവരുമെന്ന വാക്ക് എന്തായാലും പാഴ്വാക്കായി എന്ന് തന്നെ പറയാം. എന്തായാലും ഇനി എന്തായിരിക്കും കായിക മന്ത്രി മറുപടി പറയുക, അല്ലെങ്കിൽ സ്പോൺസർ മറുപടി പറയുക? തീർച്ചയായും അത് മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പോൾ ഇനി നമ്മൾ നേരത്തെ സിനിമകളിലൊക്കെ പറയുന്ന പോലെ മോഹൻലാൽ വരുമോ ഇല്ലയോ എന്നൊക്കെ പറയുന്നത് പോലെ കാത്തിരിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്തായാലും മാർച്ചിൽ വരാനുള്ള സാധ്യതകളൊക്കെ അടയുകയാണ്. സേതുലക്ഷ്മി. ഓക്കെ രജേഷ് രവീന്ദ്ര, ശരി. അപ്പോൾ അതാണ്, അങ്ങനെയാണ് മെസ്സിയുടെ കാര്യം. മെസ്സി വരുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഗൈസ്, നിലവിൽ മെസ്സി വരില്ല.